50ാം പിറന്നാൾ ആഘോഷിക്കുന്ന തമിഴകത്തിന്റെ ദളപതി വിജയ്ക്ക് ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത്. താരത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും പണം വാരിയ 10 സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. അതിൽ ആദ്യത്തേത് ലിയോ ആണ്. ദളപതി വിജയുടേതായ അവസാനം പുറത്തിറങ്ങിയ ചിത്രമാണ് ലിയോ. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് വിജയുടെ ഏറ്റവും പണം വാരിയ ചിത്രങ്ങളിൽ ഒന്ന്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 550 കോടി രൂപയിൽ അധികമാണ് ചിത്രം നേടിയത്. രണ്ടാമതായി ബിഗിലാണ്. 2019 റിലീസ് ചെയ്ത ചിത്രമാണ് ബിഗിൽ. അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം ഫുട്ബോളിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയത്. പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയ ചിത്രം 321 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. അടുത്ത ചിത്രം മെറസലാണ്. വിജയ് 3 വേഷങ്ങളിൽ എത്തിയ ചിത്രമാണ് മെറസൽ. 2017 റിലീസ് ചെയ്ത ചിത്രം അറ്റ്ലി തന്നെയാണ് സംവിധാനം ചെയ്തത്. 267 കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. 200 കോടി കടക്കുന്ന ആദ്യത്തെ വിജയ് ചിത്രമായും ഇത് മാറി. നാലാമത്തെ ചിത്രം സർക്കാരാണ്. 2018 തിയേറ്ററിലെത്തിയ ചിത്രമാണ് സർക്കാർ. AR മുരുകദോസ് സംവിധാനം ചെയ്ത ചിത്രം പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു. 258 കോടിയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് സ്വന്തമാക്കിയത്. മാസ്റ്റർ ആണ് അഞ്ചാമത്തെ ചിത്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് മാസ്റ്ററും. അധ്യാപകന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ വിജയ് എത്തിയത്. 2021 റിലീസ് ചെയ്ത ചിത്രത്തിൽ വിജയ് സേതുപതിയാണ് വില്ലൻ വേഷത്തിലെത്തിയത്. ചിത്രം 230 കോടി രൂപയാണ് നേടിയത്. ആറാമത്തെ ചിത്രം തെറിയാണ്. വിജയ് പോലീസ് വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഇത്. അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം 2016 റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ നിന്ന് 168 കോടിയാണ് ഈ ചിത്രം നേടിയത്. ഏഴാമത്തെ ചിത്രം നൻപനാണ്. ചേതൻ ഭഗത്തിന്റെ 5 Point Someone എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഹിന്ദിയിൽ ഒരുക്കിയ 3 Idiotsന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു നൻപൻ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായാണ് വിജയ് ഈ ചിത്രത്തിലെത്തിയത്. 2012 റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് ശങ്കർ ആയിരുന്നു. മികച്ച വിജയം നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടി നേടിയിരുന്നു. എട്ടാമത്തെ ചിത്രം തുപ്പാക്കിയാണ്. 2012 റിലീസ് ചെയ്ത ചിത്രമായിരുന്നു തുപ്പാക്കി. AR മുരുകദോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സൈനിക ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് താരമെത്തിയത്. ചിത്രം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ബോക്സ് ഓഫീസിൽ നിന്ന് 137 കോടി രൂപ ചിത്രം നേടി. ഒൻപതാമത്തെ ചിത്രം കത്തിയാണ്. AR മുരുകദോസ് തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രം 2014 റിലീസ് ചെയ്തത്. ഇരട്ട വേഷത്തിലാണ് വിജയ് ഈ ചിത്രത്തിലെത്തിയത്. മാത്രമല്ല ബോക്സ് ഓഫീസിൽ നിന്ന് 134 കോടിയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ഏറ്റവും അവസാനത്തെ ചിത്രം ഭൈരവയാണ്. 2017 റിലീസ് ചെയ്ത ചിത്രം ഭരതനാണ് സംവിധാനം ചെയ്തത്. കീർത്തി സുരേഷാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് 115 കോടി രൂപയാണ് നേടിയത്. തമിഴകത്ത് മാത്രമല്ല കേരളത്തിലും നിരവധി ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് വിജയ്. 50ാം പിറന്നാൾ നിറവിൽ തിളങ്ങി നിൽക്കുന്ന താരത്തിന് M5 ന്യൂസിന്റെയും പിറന്നാൾ ആശംസകൾ. മോഹൻലാൽ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തരുൺ മൂർത്തിയാണ് L360 എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ സംവിധാനം. ഇപ്പോൾ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ വീഡിയോ ആണ് വൈറലാകുന്നത്. ആരാധികയായ അമ്മയെ ചേർത്ത് നിർത്തി നടക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ അമ്മ മോഹൻലാലിനെ കാണുവാനാണ് സെറ്റിലെത്തിയത്. ഇരുവരും ഒരു കുടക്കീഴിൽ നടക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് വൈറലാകുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുവാണോ എന്ന് അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞുവിടാൻ ധൃതിയായോ എന്നാണ് മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്നത്. ഇത്രയും നല്ല സ്ഥലം വിട്ട് വേഗം തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് പറയുന്ന മോഹൻലാൽ അമ്മയോട് വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അടുത്തു തന്നെയാണെന്നും വീട്ടിൽ വന്നാൽ താറാവ് കറി വെച്ച് തരാമെന്നും അമ്മ പറയുന്നുണ്ട്. 2 ദിവസം കാണുമെന്നും വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് അമ്മയോട് മോഹൻലാൽ വിട പറയുന്നത്. ആ രസകരമായ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടാലോ. ഞങ്ങളെ പറഞ്ഞയക്കാൻ ധൃതിയായോ? നല്ല സ്ഥലത്ത് എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞു. എനിക്ക് താറാവ് മുട്ടയൊക്കെ സ്പെഷ്യൽ അയക്കാന്ന് പറഞ്ഞാ. എവിടെ വീട്? ശരി, അപ്പൊ കാണാം. ഓക്കെ. ഈ ചിത്രത്തിന്റെ തന്നെ ചിത്രീകരണത്തിനിടെ ഇതേ അമ്മയോട് കാറിൽ കയറുന്നതിനിടെ പോരുന്നോ എൻ്റെ കൂടെ എന്ന് മോഹൻലാൽ ചോദിക്കുന്ന വീഡിയോ നേരത്തെ തന്നെ വൈറലായിരുന്നു. അതേസമയം മോഹൻലാൽ നായകനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് L360. L360 എന്ന് വിശേഷണ പേരുള്ള ചിത്രത്തിന്റെ പ്രമേയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. തികച്ചും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിട്ടത് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്.
ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് തരുൺ മൂർത്തിയാണ്. L360യുടെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയതും ചർച്ചയായിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും L360യുടെ സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തിയിരുന്നു. L360 വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിലിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺ മൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വിജയ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വിജയ് സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരത്തും നടന്നിരുന്നു. ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്ത് വെച്ച് ചിത്രീകരിച്ചത്. തിരുവനന്തപുരത്ത് ആരാധകർക്കൊപ്പം വിജയ് എടുത്ത സെൽഫി ഫോട്ടോയൊക്കെ വമ്പൻ ഹിറ്റായിരുന്നു. ദി ഗോട്ടിൻ്റെതായി ആവേശമുണർത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ദളപതി വിജയ്ക്ക് പിറന്നാളാശംസകളുമായാണ് വീഡിയോ എത്തിയത്. ഈ വീഡിയോ ഇപ്പോൾ ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. കേരളത്തിലും ആരാധകരുള്ള ഒരു താരമാണ് വിജയ്. വിജയുടെ ലിയോയാണ് തമിഴ് സിനിമകളുടെ കളക്ഷനിൽ കേരള ബോക്സ് ഓഫീസിൽ 1ാം സ്ഥാനത്തുള്ളത്. അതേസമയം സംവിധായകൻ വെങ്കിട്ട് പ്രഭുവിന്റെ പുതിയ ചിത്രത്തിനായി ഡി-ഏജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വിജയെ ചെറുപ്പമാക്കുക എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കെ ചന്ദ്രുവും ഏഴിലരശ് ഗുണശേഖരനുമാണ് തിരക്കഥ എഴുതുന്നത്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ്. യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിലുള്ള ദ ഗോട്ടിന്റെ അപ്ഡേറ്റിനായി എന്തായാലും അധികം കാത്തിരിക്കേണ്ടെന്നാണ് വെങ്കിട്ട് പ്രഭു വ്യക്തമാക്കിയിട്ടുള്ളത്. വിജയ് നായകനായി ഒടുവിലെത്തിയ ചിത്രം ലിയോയാണ്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷയ്ക്കപ്പുറത്തെ വിജയം ചിത്രം നേടുകയായിരുന്നു. കൂടാതെ തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാവുകയും പല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പാർത്ഥിബൻ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ ദളപതി വിജയ് നടൻ എന്ന നിലയിലും മികച്ച പ്രകടനവുമായി വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. തെന്നിന്ത്യയിൽ വലിയ ആരാധക പിന്തുണയുള്ള താരദമ്പതികളാണ് ജയം രവിയും ആരതിയും. ജയം രവിയും ആരതിയും ഡിവോഴ്സ് ആവുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുകയുണ്ടായി. ഇതിനെതിരെ പരോക്ഷമായി പ്രതികരിച്ച് ആരതി രംഗത്തെത്തിയിരിക്കുകയാണ്. ജയം എന്ന ഹിറ്റിന്റെ 21ാം വാർഷികത്തിൽ പോസ്റ്റർ പങ്കുവച്ചാണ് ആരതി പ്രചരിക്കുന്ന വാർത്തകൾക്ക് തടയിട്ടത്. പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതിമാരാണ് ഇരുവരും. സഹോദരൻ മോഹൻ രാജയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ നായകനായത് ജയം രവിയുടെ ഇന്നോളമുള്ള സിനിമാ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ജയം വൻ ഹിറ്റായി മാറിയതോടെയാണ് താരം മുൻനിരയിൽ ഇരിപ്പിടമുറപ്പിച്ചത്. മോഹൻ രവി ജയം രവി ആയതും ചിത്രത്തിൽ നായകനായി അരങ്ങേറി വിജയം നേടിയതോടെയാണ്. ജയം രവി നായകനായി എത്തിയ ചിത്രം സൈറന് വലിയ വിജയം നേടാനായിരുന്നില്ല. അനുപമ പരമേശ്വരനാണ് ജയം രവി ചിത്രത്തിൽ നായികയായി എത്തിയത്. കീർത്തി സുരേഷ് പോലീസ് ഓഫീസറായ ചിത്രം എന്ന ഒരു പ്രത്യേകതയും സൈറനുണ്ടായിരുന്നു. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആന്റണി ഭാഗ്യരാജാണ്. പക്ഷേ ജയം രവി നായകനായി മുൻപെത്തിയ ചിത്രം ഇരവൻ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ജയം രവിയും നയൻതാരയും ഒന്നിച്ച ചിത്രം നെറ്റ്ഫ്ലിക്സിലും വിജയകരമായി പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അഹമ്മദാണ് ഇരവന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്നാട് കള്ളിക്കുറിശ്ശിയിൽ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചതിനെതിരെ നടി കസ്തൂരി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കുടിച്ചവർക്ക് എന്തിനാണ് 10 ലക്ഷം നൽകുന്നതെന്നാണ് നടി ചോദിക്കുന്നത്. കുടിച്ചു മരിച്ചവർക്ക് പണം നൽകുന്നതാണോ പുതിയ ദ്രാവിഡ മോഡലെന്നും കസ്തൂരി എക്സിൽ കുറിച്ചു. 10 ലക്ഷം രൂപ ഏതെങ്കിലും കായിക താരത്തിനോ യുദ്ധത്തിൽ മരിച്ച ജവാനോ ശാസ്ത്രജ്ഞനോ കർഷകനോ ആണോ ഈ തുക നൽകുന്നത്? അല്ല, തൻ്റെ കുടുംബത്തെ പോലും നോക്കാതെ വ്യാജമദ്യം കഴിച്ചവർക്കാണ്. ജോലിയെടുക്കേണ്ട നിങ്ങൾ കുടിക്കൂ, 10 ലക്ഷം നേടൂ എന്നതാണോ ദ്രാവിഡ മോഡൽ? ദയവായി കുടിക്കരുത്. ആസക്തി ജീവിതത്തിൽ മാത്രമല്ല മരണത്തിലും മാന്യത കവർന്നെടുക്കും എന്നാണ് കസ്തൂരി കുറിച്ചത്. നിരവധി പേരാണ് കസ്തൂരിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മരിച്ചവർക്കല്ല പണം നൽകുന്നതെന്നും അനാഥരായി പോയ കുടുംബങ്ങൾക്കാണ് എന്നുമാണ് വരുന്ന കമന്റുകൾ. താരത്തെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേരെത്തുന്നുണ്ട്. അതേസമയം ദുരന്തത്തിൽ 90-ലധികം പേർ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി 2898 AD. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ്. നാഗശ്വിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മൾട്ടി സ്റ്റാർ ബ്രഹ്മാണ്ഡ സിനിമയാണ് ഇത്. അതിഗംഭീരമായ ദൃശ്യവിസ്മയമാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന 2 മിനിറ്റ് 22 സെക്കൻഡ് നീളമുള്ള ട്രെയിലറാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അമിതാഭ് ബച്ചൻ, പ്രഭാസ്, ദീപിക പദുക്കോൺ, കമൽ ഹാസൻ തുടങ്ങിയവർ എല്ലാം ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പുതിയൊരു യൂണിവേഴ്സ് തന്നെയാണ് സംവിധായകൻ നാഗ് അശ്വിൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാകുന്നത്. മഹാനടി എന്ന ചിത്രത്തിലൂടെ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകനാണ് നാഗ് അശ്വിൻ. പ്രഭാസ് നായകനാകുന്ന ഈ ചിത്രം ടൈം ട്രാവൽ സിനിമ അല്ലെന്ന് സംഭാഷണ രചയിതാവായ സായ് മാധവ് ബുറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചിത്രം പുരാണവും ഫ്യൂച്ചറും ചേർത്തുള്ള വ്യത്യസ്ത കഥയാണ് പറയുന്നതെന്നാണ് സംവിധായകൻ പറയുന്നത്. ട്രെയിലറിൽ അതിന്റെ സൂചനകളും നൽകുന്നുണ്ട്.
സി അശ്വിനി ദത്താണ് പ്രഭാസ് ചിത്രത്തിന്റെ പ്രധാന നിർമ്മാതാവ്. പ്രഭാസിന്റെ കൽക്കി 2898 AD സിനിമ എപ്പിക് സയൻസ് ഫിക്ഷനായി എത്തുമ്പോൾ നിർമ്മാണം വൈജയന്തി മൂവീസിന്റെ ബാനറിലാണ്. തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ സന്തോഷ് നാരായണനാണ് കൽക്കി 2898 ADയുടെ പാട്ടുകൾ ഒരുക്കുന്നത്. ജൂൺ 27-നാണ് ചിത്രം റിലീസിനെത്തുന്നത്.